കേരളത്തിലും കള്ളവോട്ട് വ്യാപകമാണ്. ഈ കള്ളവോട്ടിന് CPM നിഘണ്ടുവിലുള്ള അപരനാമധേയം ജനാധിപത്യ വോട്ടുകൾ എന്നാണ്. സ്റ്റഡി ക്ലാസ്സുകൾ അവരെ പ്രധാനമായും പഠിപ്പിക്കുന്നത് പ്രവർത്തന പരിപാടിയാണ്. ആ പ്രവർത്തന പരിപാടിയുടെ ഒന്നാണ് എങ്ങനെ കള്ളവോട്ട് ചേർക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളുടെ ഒരു വലിയ പട്ടിക തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ശ്രീ അടൂർ പ്രകാശ് സമർപ്പിക്കുകയുണ്ടായി. ബൂത്തടിസ്ഥാനത്തിൽ മഷി വായിക്കുന്ന രാസദ്രാവകം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം CPMലുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെ കള്ളവോട്ട് നടക്കുന്നു എന്നുള്ള ആരോപണവുമായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തെളിവുകൾ ഉൾപ്പെടെ പുറത്ത് വിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് കള്ളവോട്ടിന് CPM സ്റ്റഡി ക്ലാസ് നൽകുന്നു എന്നാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ചെറിയാൻ ഫിലിപ്പ് തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം മുതൽ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അത്തരത്തിലൊരു പ്രസ്താവനയും എല്ലാം തന്നെ നടത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് താങ്കളുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാണുവാൻ ഇടയായിട്ടുള്ളത്. അതായത് CPMൻ്റെ ഒരു കള്ളവോട്ട് നടത്താനുള്ള ഒരു സ്റ്റഡി ക്ലാസ് ഉൾപ്പെടെ അവർ നടത്തുന്നു എന്ന്. അതായത് രാഹുൽ ഗാന്ധി ആദ്യം ചില ആക്ഷേപങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോൾ തെളിവുകൾ സഹിതം മുന്നോട്ട് വന്ന് വിവരങ്ങൾ ഒരു പ്രസൻറ്റേഷനിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും കർണാടകത്തിലും വോട്ട് മറിയാനുള്ള സാഹചര്യം, അതിന് വ്യത്യാസം, അതിൻ്റെ കണക്കുകൾ സഹിതം അത് പറയുകയുണ്ടായി. ആദ്യമൊക്കെ ഈ പറയുന്ന ഈ ഇരട്ട വോട്ടുകൾ എന്നുള്ളതിനേക്കാളേറെ ഉത്തരേന്ത്യയിൽ പലയിടത്തും ബൂത്ത് പിടുത്തമുണ്ടായിരുന്നു. അതായത് ഗ്രാമത്തലവന്മാരെ വിലയ്ക്ക് വാങ്ങിച്ച് അവർക്ക് കാശ് കൊടുത്ത് കൂട്ടമായി ആളുകളെ കൊണ്ടുപോയി വോട്ട് ചെയ്യുക. ഇനി ആ വോട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ആ ബൂത്ത് പിടിച്ചെടുത്ത് അവിടെ ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ അവരുടെ പ്രതികൾ തന്നെ കുത്തിയിടുക. ഇങ്ങനെ വൻതോതിൽ അഴിമതി നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട്. കുറേയൊക്കെ ശരിയുമാണ്. പക്ഷേ ഇതൊന്നും പൂർണ്ണമായി തെളിയിക്കാൻ പെടാത്ത തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പല തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും കള്ളവോട്ടുകൾ വ്യാപകമായിട്ടുണ്ടായിരുന്നുവെന്ന് പല ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. ഇപ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോഴാണ് അതൊരു ദേശീയ വിഷയമായി മാറിയിരിക്കുന്നത്. കേരളത്തിലും കള്ളവോട്ട് വ്യാപകമാണ്. അതിന് കാരണം 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി എന്ന നിലയിൽ കള്ളവോട്ടുകൾ ചെയ്യാൻ CPMന് കഴിയുമായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയുമായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ വളരെയധികം ജനസംഖ്യയുള്ള ഒരു നാട്ടിൽ ഈ ബൂത്തിലിരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അത് വരുന്ന ആൾ കള്ളവോട്ടാണോ അല്ലയോ എന്ന് അറിയില്ല, മുഖപരിചയം അറിയില്ല. ഇപ്പോഴാണ് വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് വന്ന ചെറിയ ഒരു കാർഡ് വന്നത്. ആ കാർഡ് നോക്കിയാലും ആളുടെ മുഖഭാവമൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആർക്കും വോട്ട് ചെയ്യാൻ കഴിയും, പേര് പറഞ്ഞ് വിളിച്ചാൽ എന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് അധികാരത്തിലിരിക്കാൻ വേണ്ടി ഈ ഇരട്ട വോട്ട് സമ്പ്രദായം ഉണ്ടാക്കുക എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വോട്ട് ചേർക്കേണ്ടത്, അതിനുള്ള ചില ഓഡസ് ഓപ്പറandi അവർ പണ്ട് പോലെ പഠിപ്പിച്ചിരുന്നു. അത് പലപ്പോഴും അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോഴല്ല പണ്ട് തന്നെ. അപ്പം ഈ കള്ളവോട്ടിന് CPM നിഘണ്ടുവിലുള്ള അപരനാമധേയം ജനാധിപത്യ വോട്ടുകൾ എന്നാണ്. അപ്പം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5000 ജനാധിപത്യ വോട്ടുകൾ കൂടി ഞങ്ങൾ പിടിച്ചാൽ ജയിക്കും. എൻ്റെ അർത്ഥം കള്ളവോട്ട് ചേർന്നാൽ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കള്ളവോട്ടുകൾ സംഘടിതമായി ചേർക്കുന്ന ഒരു സമ്പ്രദായം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആദ്യകാലം മുതൽ തന്നെ നടത്തിയിരുന്നു. അത് ഇപ്പോൾ അതിന് പ്രത്യയശാസ്ത്ര പഠനമോ സ്റ്റഡി ക്ലാസ് ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ. അതിൻ്റെ കാലം കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെ കാലഹരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ പ്രത്യയശാസ്ത്ര പഠനം അപ്രായോഗികമാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ആളുകൾ ഈ കമ്മ്യൂണിസം, വർഗസമരം സിദ്ധാന്തങ്ങൾ, ഈ തൊഴിലാളി വർഗ സർവാധിപത്യം, അതുപോലെ തന്നെ വൈരുദ്ധ്യാത്മക സൗദികവാദ്യം, കാര്യകാരണ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞാൽ പുതിയ തലമുറ അത് പരിഹാസത്തോടെ കാണുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസം ഒരു ലേബൽ മാത്രമാണ്. പിന്നെ എന്തിനാണ് സ്റ്റഡി ക്ലാസ്സുകൾ? സ്റ്റഡി ക്ലാസ്സുകൾ അവരെ പ്രധാനമായും പഠിപ്പിക്കുന്നത് പ്രവർത്തന പരിപാടിയാണ്. ആ പ്രവർത്തന പരിപാടിയുടെ ഒന്നാണ് എങ്ങനെ കള്ളവോട്ട് ചേർക്കാം. വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കണം എന്നുള്ളത് പലപ്പോഴും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം അവരുടെ പക്ഷത്തുള്ള ആളുകളെ പരമാവധി വോട്ട് ചേർത്താൽ മാത്രമേ വരാൻ പറ്റുള്ളൂ.
അപ്പോൾ വിട്ടുപോയ വോട്ടുകൾ ചേർക്കുക, അല്ലെങ്കിൽ സ്ഥലം മാറി വന്ന വോട്ടുകൾ ചേർക്കുക, അല്ലെങ്കിൽ പുതിയ കന്നി വോട്ടർമാർ ചേർക്കുക എന്നുള്ളതാണ് പ്രതിഭാസം. അതോടൊപ്പം തന്നെ ഇരട്ട വോട്ടുകൾ ചേർക്കുക എന്ന ഒരു പ്രതിഭാസം CPM പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളുടെ ഒരു വലിയ പട്ടിക തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ശ്രീ അടൂർ പ്രകാശ് സമർപ്പിക്കുകയുണ്ടായി. മറ്റു പല സ്ഥലങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇരട്ട വോട്ടുകൾ കിട്ടുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്? മിക്കവാറും ഒരാളുടെ പേരിൽ തന്നെ 2 വോട്ടുകളുണ്ടെങ്കിൽ 2 പ്രദേശത്തായിരിക്കും, 2 മണ്ഡലത്തിലായിരിക്കും. അപ്പോൾ വിരലിൽ മഷി പരട്ടി കഴിഞ്ഞാൽ മഷി അടയാളമുണ്ട്, അത് മായ്ച്ചു കളയുക. മായ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ മഷി പുരട്ടുന്നതിന് മുമ്പ് തന്നെ അത് മായ്ക്കണം. അപ്പോൾ ബൂത്തടിസ്ഥാനത്തിൽ മഷി മായ്ക്കുന്ന രാസദ്രാവകം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം CPMലുണ്ട്. പണ്ട് മുതലേ ആ ഏർപ്പാടുണ്ട്. അപ്പോൾ ബൂത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം തന്നെ ഈ മഷി മാറ്റാനുള്ള സാധനം ഏൽപ്പിക്കും. അത് രഹസ്യമായി അവർ കൊടുക്കുകയും അത് മാറ്റുകയും ചെയ്യും. അങ്ങനൊരു സമ്പ്രദായം കൊണ്ടാണ് പലപ്പോഴും വോട്ട് പിടിച്ചത്. ഇപ്പോഴും അത് തുടരുന്ന സമ്പ്രദായമാണ്. അപ്പോൾ ജനാധിപത്യ വോട്ടുകൾ എന്ന പേരിൽ കള്ളവോട്ടുകൾ വ്യാപകമായി നടത്തുക എന്ന സമ്പ്രദായം, ഇരട്ട വോട്ട് സമ്പ്രദായം, അത് വളരെ വിപുലമായി നടത്തുന്നതിനുള്ള മികവ് CPMനുണ്ട്. അതവരുടെ തെരഞ്ഞെടുപ്പിലെ പല വിജയങ്ങൾക്കും കാരണമാണ് എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതീക്ഷിക്കാമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വോട്ടർ പട്ടിക ചേർക്കുന്നതിനുള്ള ദിവസം കൂട്ടി. അത് എല്ലാ പാർട്ടികളും മത്സരിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒരു വാർഡിൽ 2 വോട്ട് ചേർക്കുക അത്ര എളുപ്പമല്ല. കാരണം ഒരു വാർഡിലും ബൂത്തിലൊക്കെ ആണെങ്കിൽ പറ്റും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകാം. അപ്പോൾ പാർട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായി വോട്ട് ചെയ്ത ആളുകളുണ്ട്. ഇപ്പോൾ ചില ആളുകൾ വളരെ അഭിമാനപരസരം പറയാം, ഞാൻ ഇന്ന് 3 വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ ആളുകൾ എനിക്കറിയാം. അപ്പോൾ അതൊരു അഭിമാനമായി കാണുകയും അതിനുവേണ്ടി വളരെ ബദ്ധശ്രദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള പശ്ചാത്തലം, ദേശീയാടിസ്ഥാനത്തിൽ കള്ളവോട്ടുകൾ വിവാദ വിഷയമായി മാറത്തിൽ ഇവിടെയും അതൊരു നിത്യസംഭവമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ വോട്ടുകൾ വാങ്ങുന്ന ഒരു സമ്പ്രദായം, ഈ സ്റ്റഡി ക്ലാസ് പോലെ പരിശീലനം നടത്തുന്ന ഒരു സമ്പ്രദായം CPMലുണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രം.